ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദ നിർമ്മലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അയാളെ എത്രമാത്രം സ്നേഹിച്ചതാണെന്നറിയാവോ? അത്രയും സ്നേഹിച്ച ഒരാളാണ് എൻ്റെ മുഖത്ത് നോക്കി അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതെല്ലാം കേട്ട് ഞാൻ എങ്ങനെ നിൽക്കും നിർമ്മൽ? എനിക്കിനി അയാളുടെ മുഖം പോലും കാണണ്ട. അയാളെ ഞാൻ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലാണെങ്കിൽ വേണ്ട നന്ദ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. കാരണം ഗൗരിമോളുടെ അച്ഛനല്ലേ ഗൗതമേട്ടൻ. അപ്പോൾ പിന്നെ ആ കാര്യമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തിന് അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല നിർമ്മൽ. ഒരമ്മ മക്കളെ ചൂണ്ടിക്കാണിക്കണം, ഇതാണ് നിൻ്റെ അച്ഛനെന്ന്. അതാണ് അവരുടെ അച്ഛൻ. യാതൊരു കാരണവശാലും ഞാൻ ഒരിക്കലും ഗൗതം സാറെ ചൂണ്ടിക്കാണിക്കില്ല, ഇതാണ് നിൻ്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു സത്യം പുറത്തു വരില്ല നിർമ്മൽ. അതിന് ഞാൻ അവസരം ഉണ്ടാക്കുകയില്ല. അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ വേണ്ട. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഗൗരിമോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗൗതം സാറെ അച്ഛനായിട്ട് അംഗീകരിക്കാനായിട്ട് അവൾക്ക് കഴിയില്ല. ഇപ്പോൾ ഗൗതം സാറെ ഒരുപാട് ഇഷ്ടമാണ് ഗൗരിക്കുട്ടിക്ക്, കാരണം നന്ദുവിൻ്റെ പപ്പയാണെന്നുള്ളൊരു പരിഗണനയിൽ. പക്ഷേ അവസാനം വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിർമ്മൽ. ഇനി ഒരു പക്ഷേ ഈ ഭൂലോകം വിട്ട് തന്നെ അവളുടെ നന്ദുവിൻ്റെ പപ്പ പോയി കഴിഞ്ഞാലും അവൾക്ക് ആ ഒരു വേദന ഉണ്ടാവും. ആ ഒരു വേദന മതി അച്ഛനോട് കാണിക്കുന്ന ആ പരിഗണന, മതി നിർമ്മൽ. പക്ഷേ എന്നാലും നന്ദ, സത്യങ്ങളെല്ലാം തുറന്നു പറയണ്ടേ? എന്തിന്? സത്യങ്ങളൊന്നും തുറന്നു പറയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങേർക്ക് ഓരോരോ ഭാര്യയുള്ളു, അത് പിങ്കിയാണ്. ഓരോരോ മകനും, അത് നന്ദുവാണ്. ഞങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല, ആരുടെ പിന്തുണയുടെ കാര്യവും ഇല്ല. എൻ്റെ മോൾക്ക് അച്ഛനില്ല, അങ്ങനെ തന്നെ അവൾ ജീവിക്കട്ടെ എന്ന് നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നന്ദയ്ക്കൊന്നും നിർമ്മലിനൊന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. കാരണം നന്ദ പിടിവാശി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണല്ലോ, ഒരിക്കലും പറയില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മോഹിനിയും അതേപോലെ തന്നെ ലക്ഷ്മിയും കൂടി സംസാരിക്കുകയാണ്. ഞാനേ മോഹിനി, നിന്നോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ പവിത്രയ്ക്കൊരു മാറ്റമില്ലല്ലോ. എന്താ ലക്ഷ്മി എടുത്തി എന്താ പറയുന്നത്? പവിത്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ? പവിത്രയ്ക്ക് എന്താ കുഴപ്പം? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, കുഴപ്പമുണ്ടെന്നല്ല. പക്ഷേ പവിത്ര ഗർഭിണിയാണല്ലോ. അതെ, ഗർഭിണിയാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഏട്ടത്തി ഞാനിങ്ങനെ മറന്ന് നടക്കുന്നത്. അവൾക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ല, അവൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ആ കനക ചേച്ചി ഇല്ലേ, ആ കനക ചേച്ചി ആണെങ്കിൽ അവളുടെ പിന്നാലെ തന്നെ നടക്കുക. അവൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കണ്ടേ? ഏത്തപ്പഴോ മുട്ടയും പ്രോട്ടീൻ പൗഡറും അങ്ങനേതായ സകല കാര്യങ്ങളും അവൾ കഴിക്കുന്നുമുണ്ട്. അവൾക്കെല്ലാം ഉഷാറാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ മോഹിനി, ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴേ എനിക്ക് ഭക്ഷണം അങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പോലും പറ്റില്ല. പല്ല് തേച്ചാലോ കനം വരും, തല കറങ്ങും. ദൈവമേ, നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുമല്ലോ ഓരോ ദിവസം കഴിയും തോറും. പിന്നെ പല പല മാറ്റങ്ങളോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെലിഞ്ഞിരുന്ന നമ്മൾ പെട്ടെന്ന് തടി കൂടും, കാലിന് നീര് വരും, അങ്ങനെ പല കാര്യങ്ങളും, മുടി കൊഴിച്ചിലുണ്ടാകും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോഴേ ഇപ്പോഴും മനസ്സിൽ നിന്ന് ടെൻഷൻ മാറുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോഹിനിയും പറയണം, അതേ ഏട്ടത്തി, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അരുണിനെ ഗർഭിണിയായിരുന്നു കഴിഞ്ഞപ്പോഴേക്കുവേ എനിക്ക് ഇതേപോലെ തലകറക്കലും ഛർദിലും പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ പണ്ടത്തെ ഗർഭകാലത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു പോയൊരു ഫീലിംഗ് ആണ് ഏട്ടത്തി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേ മോഹിനി, അതുതന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ പവിത്രയ്ക്ക് 2 മാസമായി എന്നല്ലേ പറഞ്ഞത്. പക്ഷേ അവളുടെ ഭാഗത്തൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. അല്ല, നമ്മൾ ഇത്രയും അനുഭവങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഇന്നേ വരെ അവളൊരു ഓക്കാനിക്കുന്നത് പോലും കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് മോഹിനിയും പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. ഗർഭിണിയായ ഒരു പെണ്ണ് ഓക്കാനവും തലകറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതിലേതെങ്കിലും ഒരു ലക്ഷണം ഇവളിൽ ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കണം.
അപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയല്ലേ വിചാരിക്കേണ്ടത്. അയ്യോ ഏട്ടത്തി അപ്പോൾ പറയുന്നത് എന്താ, അവൾ ഗർഭിണിയല്ലെന്നാണോ? അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ഈ ഒരു ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത സ്ഥിതിക്ക് നീ ഒന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത് മോഹിനി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദുഃഖങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചെല്ല് എന്ന് പറയാ. അങ്ങനെ നമ്മുടെ മോഹിനി നേരെ പവിത്ര അടുത്തേക്ക് ചെല്ലുകയാണ്. പവിത്ര അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് പവിത്ര ഏതോ കാർട്ടൂൺ ബുക്കൊക്കെ വായിച്ചിട്ട് ഭയങ്കര പൊട്ടിച്ചയ്യോ എന്തൊക്കെ ഈ കാണുന്നത് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കോമഡി ബുക്ക് ഇങ്ങനെ വായിക്കാം. അപ്പം മോഹിനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പവിത്രേ നീ എന്തായി കാണിക്കുന്നത്? ഞാനിവിടെ ബുക്ക് വായിക്കുകയാണ്, ഇതിലെ ഫുള്ള് കോമഡിയാണ് അമ്മേ. ആഹാ, നീ കാലത്ത് എണീറ്റിട്ട് ഈ കോമഡി ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണോ പവിത്രേ? അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ? കാലത്തെ എണീറ്റു, കുളിച്ചു ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ആ കനകത്തള്ളയോട് പറഞ്ഞതാ അതെ ബദാം പൗഡർ ഇട്ട് കുറച്ച് പാല് കൊണ്ടുവരാനായിട്ട്. ഇതിനും കഴിയില്ല. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ല പവിത്രേ, നിനക്ക് രാവിലെ എണീക്കുമ്പോൾ തല കറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ അമ്മേ. അല്ല പല്ല് തേക്കുമ്പോൾ ഓക്കാനം വല്ലതും വരുന്നുണ്ടോ? ഇല്ലല്ലോ അമ്മേ. എന്താ അമ്മേ അങ്ങനെയൊക്കെ ചോദിച്ചത്? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല നിനക്ക് ഭക്ഷണത്തോട് എന്തെങ്കിലും വിരക്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണത്തോടോ? എന്താമ്മേ, എന്നെ തിരിച്ച് കടിക്കാതെ ഏത് ഭക്ഷണവും ഞാൻ കഴിക്കും. എനിക്ക് ഭക്ഷണത്തോട് പ്രിയമാണെന്നാ അമ്മക്ക് ശരിക്കറിയില്ലേ? ഞാൻ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനകാമ്മ വന്നിട്ട് മോള് ചോദിച്ച പാല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ കൊണ്ടുവന്നു പറഞ്ഞോണ്ട് ഇവ പവിത്ര പാലെടുത്ത് കുടിക്കുക. അപ്പം മോഹിനി ചോദിക്കുകയാണ്, അല്ല കനകമ്മേ ഇവൾക്ക് എന്തെങ്കിലും ഭക്ഷണത്തോട് വലുതുണ്ടോ? പവിത്രയ്ക്ക് ജോലി ചെയ്യാനാ മടി, ഭക്ഷണങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്, അത് കൊണ്ടുവന്ന് കൊടുക്കലാണല്ലോ എൻ്റെ ജോലി. എന്താ മോഹിനി കുഞ്ഞമ്മയ്ക്കും എന്തെങ്കിലും ഭക്ഷണം വേണോ? എനിക്കൊന്നും വേണ്ട. പവിത്രേ നീയേ എത്രയും പെട്ടെന്നൊന്ന് ഒരുങ്ങണേ. ആണോ അമ്മേ? എവിടെ പോകാനാമ്മേ? നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം, നിന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അയ്യോ അമ്മേ എന്തിനമ്മ ഇപ്പം ചെക്കപ്പൊക്കെ ചെയ്യുന്നത് എന്ന് ഭയങ്കര ഇതോടെ ചോദിക്കുകയാണ്. ചെക്കപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, നീ ഗർഭിണിയാണെന്ന് പറയുന്നു, പക്ഷേ ഗർഭത്തിൻ്റെ ഒരു ലക്ഷണവും നിന്നിലില്ല. നീ നന്നായിട്ട് ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്നു. ഇങ്ങനെ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് എല്ലാ ഭക്ഷണങ്ങളും വലിച്ചു വാരി കഴിക്കാനായിട്ട് പറ്റില്ല. നിനക്ക് തല കറക്കുമില്ല, ഓക്കാനുമില്ല. അപ്പം ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയണ്ടേ? ഏതായാലും ഡോക്ടറെ കാണിച്ചല്ലേ മതിയാവുള്ളൂ. ഇത് കേട്ട കനകാമ്മ അല്ല ഡോക്ടറെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ചിലവർക്ക് അങ്ങനെയാണല്ലോ. കനകാമ്മേ നിങ്ങളും പ്രസവിച്ചതാണല്ലോ, ഗർഭിണിയായ ഒരു പെണ്ണിന് എങ്ങനെയൊക്കെ സംഭവിക്കും നിങ്ങൾക്കും അറിയാലോ. അതൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പവിത്ര പെട്ടെന്ന് തന്നെ ഒരുങ്ങി വന്നാൽ നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യണം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പവിത്ര പെട്ടുപോയി. അങ്ങനെ പവിത്ര കനകേച്ചി എന്തെങ്കിലും ഒരു വഴി പറ, ഹോസ്പിറ്റലിൽ പോയി ആകെ പണി പാളൂലേ. അയ്യടി ഇപ്പോൾ അവളെ വിളി കേട്ടില്ലേ കനകേച്ചിന്ന്? ഇത്ര നാൾ നീ എന്നെ തള്ളേന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്ന വെച്ചത്. കനകേച്ചി ഇപ്പോൾ വൈരാഗ്യം തീർക്കാനുള്ള സമയമല്ല, എന്തെങ്കിലും ഒരു പോംവഴി പറ, എന്നാലല്ലേ ശരിയാവുള്ളൂ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് പോംവഴി? എനിക്കൊരു പോംവഴി അറിയില്ല, നീ തന്നെ ചെയ്യേ. കക്കാൻ പഠിച്ചവനെ നിൽക്കാനും പഠിക്കണം, അതേ പോംവഴിയുള്ളൂ. നിങ്ങളല്ലേ എനിക്ക് ഈ ഐഡിയൊക്കെ പറഞ്ഞത്. നിനക്ക് സ്നേഹവും ഭക്ഷണമൊക്കെ ആവശ്യത്തോളം കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതും വലിയ തെറ്റായിപ്പോയോ? എന്തെങ്കിലും പറ കനകേച്ചി, എനിക്കൊന്നും അറിയില്ല. യാതൊരു കാരണവശാലും നീ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കള്ളത്തരങ്ങൾ മുഴുവനും പൊളിയും പവിത്രേ. എന്നെങ്ങാനും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളെ ഞാൻ കുരുക്കും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് പോവുക. പവിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇവളെനിക്കിട്ട് പാരയാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് സാധനങ്ങളെല്ലാം അടിച്ച് മാറ്റിയിട്ട് വേണം ഇവിടെ നിന്ന് മുങ്ങാൻ എന്ന് ഈ കനകാമ്മ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. അപ്പോൾ പിങ്കിയാണെങ്കിൽ നന്ദുമോനിങ്ങനെ ഒരുക്കുകയാണ്. അമ്മേ എനിക്കിത് നൂഡിൽസ് ഉണ്ടാക്കി തരുമോ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലല്ലോ. അതെന്താ അമ്മേ? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതല്ലേ? അല്ലല്ലോ. മോനെ റേസിങ്ങിൽ പങ്കെടുക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് ഡയറ്റിംഗ് ഒക്കെ ആവാം. ഇത്രയും നാളമ്മ ഭക്ഷണം തന്നുകൊണ്ടിരുന്നേച്ചത് ഡയറ്റിങ്ങിനുള്ള ഭക്ഷണമാണ്. ഓഹോ
അപ്പോൾ അമ്മ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരില്ലല്ലേ? ഇല്ല, ഉണ്ടാക്കി തരില്ല. അപ്പോൾ എനിക്ക് എന്താ ഉണ്ടാക്കി തരുന്നതോ പ്രോട്ടീൻ പൗഡറും പിന്നെ കുറച്ച് ബദാമും അങ്ങനെതായ കുറേ നല്ല നല്ല ഭക്ഷണങ്ങളാണ് മോൻ ഉണ്ടാക്കി തരാനായിട്ട് അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലേ ഞാൻ ഡോക്ടർ ആൻറ്റി വീട്ടിൽ പോകുമ്പോൾ ഞാൻ പറയുമല്ലോ എനിക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാനായിട്ട്. ഡോക്ടർ ആൻറ്റി അത് ഉണ്ടാക്കി തരും. ആഹാ, അമ്പട കള്ള. അപ്പോൾ നീ ഡോക്ടർ ആൻറ്റിയെ കൊണ്ടത് ഉണ്ടാക്കിക്കോ അല്ലേ? ഉണ്ടാക്കും. ഞാൻ സോപ്പിടുമല്ലോ. പക്ഷേ ഡോക്ടർ ആൻറ്റി നന്ദൂട്ടന് അതുണ്ടാക്കി തരില്ല. കാരണം അമ്മയെക്കാളും മോൻ റേസിങ്ങിൽ പങ്കെടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആർക്കാണ്? ഡോക്ടർ ആൻറ്റിക്കല്ലേ? അത് ശരിയാ. അപ്പോൾ ഡോക്ടർ ആൻറ്റി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ദേ നന്ദൂട്ടന് പെട്ടെന്ന് പോവണ്ടേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം കുളിച്ചു വരുന്നത്. അപ്പോൾ ഗൗതം പറയാണ് പെട്ടെന്ന് തന്നെ കൊച്ചിനൊരുക്കണോട്ടോ, റേസിങ്ങിൽ പങ്കെടുക്കാനുള്ളതാണ്, അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ശരി ഗൗതം, ഞാൻ പെട്ടെന്ന് തന്നെ ഒരുക്കിയിട്ട് ഏതായാലും നന്ദുനെയും കൊണ്ട് നന്ദയുടെ വീട്ടിലേക്ക് പോയിക്കോളാം. നന്ദയുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ ഗൗതം, അതെന്താ ഗൗതം അങ്ങനെ പറഞ്ഞത്? അവനെ റേസിങ്ങിൽ പങ്കെടുപ്പിക്കണ്ടേ? വേണ്ട, റേസിങ്ങിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഏതായാലും നന്ദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. എൻ്റെ മോനെ റേസിങ്ങിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. നന്ദയുടെ വീട്ടിലേക്ക് ഇനി പോകരുത്. ഗൗതം എന്തൊക്കെയാ ഗൗതം പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത് പിങ്കി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അപ്പോൾ നമ്മുടെ നന്ദു പറയാ, പപ്പ എന്തിനാ പപ്പ, എനിക്ക് ഡോക്ടർ ആൻറ്റി വീട്ടിൽ പോയാൽ മതി. എനിക്ക് അവിടെ ഡോക്ടർ ആൻറ്റി എന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചോളും. നന്ദു പറയുന്നത് കേട്ടോളണം. നീ പറയുന്ന കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ നിൻ്റെ പപ്പയാണ്. ദേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ മതി. പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് നീ വാശി പിടിക്കുന്നുണ്ട്. അത് വേണ്ട പപ്പ. എന്തിനാണ് പപ്പ എന്ന് ചോദിച്ചപ്പോഴേക്കും ദേ നിൻ്റെ ട്രെയിനർ ഇനി ഞാനായിരിക്കും. നീ എൻ്റെ കീഴിൽ ട്രെയിനിങ് നടത്തിയാൽ മതി. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. നന്ദയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല, അവൾ കൊച്ചിന് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗൗതം ഭയങ്കര പിടിവാശി പിടിക്കുക. അങ്ങനെ ഗൗതത്തെ കാത്തോണ്ട് നിൽക്കുകയായിരുന്നു അരുൺ. അപ്പോൾ അരുണോട് ചോദിക്കുകയാണ്, എന്തായാലും നിനക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞത്. അത് പിന്നെ ഇന്ന് ഗൗതമേട്ടന് ലീവായിരുന്നല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലീവ് എല്ലാവരുടെയെങ്കിലും നീ എന്നോട് സംസാരിക്കില്ലേ? അല്ല, ലീവ് എല്ലാവരുടെയെങ്കിലും സംസാരിക്കും. ഓഫീസിൽ വന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം ഏതായാലും ഗൗതമേട്ടനിവിടെ ഉണ്ടല്ലോ, അപ്പം എനിക്ക് പറയാലോ. നീ വളച്ച് കെട്ടല്ലേ അരുൺ? എന്താണെന്ന് വെച്ചാൽ നീ പറ. അത് പിന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയം നന്ദയുടേതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ മുഖഭാവാകെന്ന് മാറുകയാണ്. നന്ദയുടേതോ? എന്തിനിപ്പം നന്ദയുടെ കാര്യം ഇങ്ങോട്ട് പറയുന്നത്? അല്ല ഗൗതമേട്ടാ, എനിക്കറിയാം. ദേ പിങ്കി വെറും ഡമ്മി മാത്രമാണ്. ഇപ്പോഴും ഗൗതമേട്ടൻ്റെ ഭാര്യയല്ലേ നന്ദ? എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ അവഗണന? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? ഞാൻ എന്തിനാണ് അവളെ കാണുന്നത് സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്നത്? ഇത്രയും വർഷം അവൾ ജീവിച്ചിരുന്നു. എന്നിട്ട് ഒരിക്കൽ പോലും ഇങ്ങോട്ട് അവൾ വന്നിട്ടുണ്ടോ? നമ്മളെ സത്യങ്ങൾ അറിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ദേ ഒരു സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നന്ദൂട്ടൻ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് നന്ദയെ കാണുന്നത്. അല്ലെങ്കിൽ അവൾ മരിച്ചെന്ന് തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കുള്ളൂ? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. അതെന്താ നന്ദ എന്താ നമ്മളോട് ഇതെല്ലാം മറച്ചു വെച്ചത്? എന്തിനായിരിക്കും? അത് നീ അവളോട് തന്നെ ചോദിക്ക്. ഗൗതമേട്ടൻ ചോദിച്ചില്ലേ? ചോദിച്ചു. ഒരു പ്രാവശ്യമല്ല, ഒരു 100 പ്രാവശ്യം ഞാൻ അവളോട് ചോദിച്ചതാ. പക്ഷേ അവൾ അതിന് തക്കതായ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളിപ്പോൾ വന്നിരിക്കുന്നത് നന്ദ ഡോക്ടറായിട്ടാണ്, അല്ലാതെ അവൾ ബന്ധം പുതുക്കാൻ വേണ്ടിയല്ല എന്നൊക്കെ അരുണോട് പറയുകയാണ്. അപ്പം അരുണ് അതിൽ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.